ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? എനിക്കും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. മോൻ്റെ ബർത്ത്ഡേ ആണ്, പെങ്ങളെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ പണിയിലുള്ളത് കേട്ടോ. വാഞ്ചോ കേക്കാണേ. അപ്പം ചോക്ലേറ്റ് സ്പഞ്ച് ഞാൻ ആക്കുന്നത്ര. ജൂലൈ 27 കേട്ടോ മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് തന്നെയാണ് എൻ്റെ ബർത്ത്ഡേയും വരുന്നത്, ജൂലൈ 27. നമ്മൾ രണ്ടാളും ജനിച്ചത് ഒരു ദിവസമാണ്. പക്ഷേ എങ്കിൽ ഞാൻ അനക്ക് കേക്ക് ആക്കലില്ല, എനിക്ക് ആക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഞാൻ തന്നെ ആക്കിയിട്ട് ഞാൻ തന്നെ മുറിച്ച് തിന്നുമ്പോൾ അതൊരു സുഖമില്ല. ആരെങ്കിലും വാങ്ങി തന്നാൽ മുറിച്ചിട്ട് തിന്നും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് പിന്നെ ഏട്ടൻ എനിക്ക് കേക്ക് വാങ്ങൽ തന്നെയാണ് കേട്ടോ. ബേക്കറിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങലാണ്. അപ്പോൾ അങ്ങനെയല്ലാന്ന് പിറന്നാൾ വിശേഷങ്ങളെ. ഇപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്, അതൊന്ന് ഓവനിലേക്ക് കയറ്റണേ. അപ്പം നമ്മളെ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായി, മക്കളെല്ലാം വന്നു. പിന്നെ അവർക്ക് കുളിക്കാനുള്ള വെള്ളമെല്ലാം ചൂടാക്കുന്നുണ്ട് കേട്ടോ. ദേവൂട്ടനാണ് കേട്ടോ എൻ്റെ ക്യാമറാമാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മയെല്ലാം എൻ്റെ വീഡിയോയിൽ കാണും, അല്ലെങ്കിൽ ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുക്കൽ. ഇന്നിപ്പം ദേവൂട്ടൻ പറഞ്ഞ അമ്മയെ ഞാൻ എടുത്തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ വയ്യെ തന്നെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ചൂടുവെള്ളം വേണം കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനും മക്കൾക്കും അമ്മക്കും എല്ലാം വേണം. മഴയായാലും വെയിലായാലും എല്ലാം ചൂടുവെള്ളം വേണം. അപ്പോൾ ഞാൻ അടുപ്പ് തീ പോന്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പച്ചയിൽ തന്നെയാണ് കുളിക്കൽ. അപ്പോൾ തീയെല്ലാം നല്ലോണം കത്തിയിട്ടുണ്ട്. പിന്നെ ഞാനും ദേവൂട്ടനും കൂടിയിട്ട് ഇതാ മേലെ വന്നിട്ടുണ്ട്. നമ്മൾ തുണിയെല്ലാം മേലെയാണ് കേട്ടോ ആറിയിടൽ. ഇന്ന് കുറച്ചൊരു വെയിലുണ്ടായിന്, പക്ഷേങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ലേനു. ഞാൻ ആനന്ദ ചെയ്ത് വേഗം പിന്നെ ബാക്കിയുള്ള തുണികളെല്ലാം ബക്കറ്റിലിട്ടിട്ട് മേലെ ആറിയിടുന്നുണ്ട് കേട്ടോ. മേലെ നമ്മളങ്ങനെ കിടക്കലൊന്നുമില്ലേ, ഇങ്ങനെ തുണി ആറിയിടൽ, പിന്നെ എന്തെങ്കിലും സാധനങ്ങളെല്ലാം കൊണ്ടേക്കൽ, പഴയ ഡ്രസ്സ് വെക്കൽ, പിള്ളേർ കളിക്കുന്നത് വെക്കൽ, അങ്ങനെയെല്ലാം കേട്ടോ പരിപാടികൾ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റും ചെയ്യണം, ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ കട്ടയൊക്കെ ഉണ്ടാവണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം താഴെ വന്നേ. നമ്മൾ ഓവനിൽ കേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലിടക്ക് എല്ലാ പണികളും ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം എത്ര പെട്ടെന്ന് സമയം പോകാമെന്നറിയാം. ഉച്ചക്ക് ചോറ് തിന്നുന്നേയും കാണാം, 2 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്ക് തന്നെയാവും സമയം. പെട്ടെന്ന് സന്ധ്യ ആവുന്നത് പോലെ തോന്നും. പിന്നെ ഞാനത് അടിച്ചെല്ലാം വാരി, പിന്നെ മേലേന്ന് വിറകെല്ലാം എടുക്കണേനു, പിന്നെ നമ്മളെ ഓല എടുക്കണേനു, അതെല്ലാം ചെയ്ത് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം ആക്കുന്ന ദിവസം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏതാ എടുത്തത് ഏതാ എടുക്കാത്തത് എന്നൊന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ. എല്ലാം ഒരു തിരക്കായിരിക്കും. പിന്നെ ഞാനിതാ വേഗം കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് വേഗം വിളക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ദേവൂട്ടൻ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് തേജ് ട്യൂഷന് പോയിട്ട് വന്നിട്ടില്ല കേട്ടോ. ചക്കി ആടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുറ്റത്താണ് കേട്ടോ, ചേദിക്കാണ് കേട്ടോ വിളക്ക് വെക്കുക. ചേതി, അറിയം, മിറ്റം, കോനായി അങ്ങനെയെല്ലാം പറയില്ലേ. അപ്പോൾ നമ്മൾ ചേദിക്കാണ് കേട്ടോ വിളക്ക് വെക്കുക. പിന്നെ ഒരു ലക്ഷ്മി വിളക്കും കൂടി അവിടെ പൂജാ റൂമിൽ വെക്കുക. വേഗം കേക്കിൻ്റെ ഭാഗത്തേക്ക് നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കിന്നിപ്പോൾ ലേറ്റ് ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്ത് വേഗം മക്കൾക്ക് വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് സന്ധ്യക്ക് എന്തെങ്കിലും ആക്കലുണ്ടല്ലോ, അപ്പം ബ്രെഡും മുട്ടയും ഒന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പണിയിലുള്ളത് കേട്ടോ. അമ്മക്കും പിള്ളൻസിനെ വേണ്ടു കേട്ടോ. ഏട്ടൻ നൈറ്റ് ആയതുകൊണ്ട് ഏട്ടൻ അങ്ങ് പോയിന്. പിന്നെ എനിക്ക് വേണ്ട, ഞാൻ നൈറ്റ് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ്സേ കഴിക്കലുള്ളൂ കേട്ടോ. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോഴത്തേക്ക് പിന്നെ അമ്മ വന്നേ. അമ്മേനോട് പിന്നെ കുറച്ച് നാട്ടുകാര്യങ്ങളെല്ലാം സംസാരിച്ചു. അങ്ങനെ പിന്നെ അമ്മ കുളിക്കാൻ പോയി കേട്ടോ. വൈകുന്നേരം പിന്നെ ഇവർക്ക് എല്ലാവർക്കും കട്ടൻ ചായ വേണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടൻ ചായക്കുള്ള പൊടി ഇടുന്നുണ്ട്. ഇപ്പുറത്ത് പിന്നെ ഞാനിതാ വേഗം റൊട്ടിയും മുട്ടയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പം പിന്നെ ഇഷ്ടത്തോടെ കഴിച്ചോളും കേട്ടോ. ചൂടോടെ ആകുമ്പോൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. തണിഞ്ഞു കഴിഞ്ഞാൽ ദേവൂട്ടന് പിന്നെ അമ്മയെ വരുത്താന്നെല്ലാം പറയും. ചൂടോടെ ആണെങ്കിൽ ഇഷ്ടത്തോടെ അങ്ങ് കഴിച്ചോളും കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് റെഡിയാവുന്നുണ്ട്. റൊട്ടി മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടൻ വായിൽ വെച്ചമ്മേന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞെടാ കേക്കാക്കാനുണ്ട്, മോ വേഗം തിന്നെന്നെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയല്ലോ ഞാൻ അവിടെ ഇരുത്തിച്ചിട്ടുണ്ട്. ഒരു 2 തെർമോസ് ഉണ്ടായിന്, അതും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ അമ്മക്ക് ബീഡി പണിയാനും കേട്ടോ. പിന്നെ റിട്ടയർ ആയതാണ് ബീഡി കമ്പനിയിൽ നിന്ന്. പിന്നെ അത്യാവശ്യം ഇങ്ങനെ പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ തിരക്കലാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും പുറം പണി ഉണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചാലും പോവേ. അച്ഛനും ഇത് തന്നെയാണ് കേട്ടോ പണി ഉണ്ടായിന്. അപ്പോൾ അമ്മ കാണാണ്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്തതാണ്. പിന്നെ ഒരു ഏകദേശം ഒരു 9:30 ഞാൻ പിന്നെ മക്കൾക്ക് ചോറ് കൊടുത്തേട്ടാ. ഏട്ടനും പിന്നെ അമ്മയും ആരും ഇന്ന് ഉച്ചക്ക് ചോറിനില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുളകിട്ട കറി മാത്രമേ ആക്കിയിട്ടുള്ളൂ. എനിക്ക് വേണ്ടല്ലോ ചോറ്. രാത്രി ഞാൻ മക്കൾക്ക് ചൂടോടെ മുട്ട ഓംലേറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാക്കും ഒരു പ്ലേറ്റിൽ വായിൽ വെച്ച് കൊടുക്കലാന്നേ, അല്ലെങ്കിൽ പിന്നെ കഴിക്കുകയില്ല. രണ്ടാക്കും വായിൽ വെച്ച് കൊടുക്കണം. വലിയ കുട്ടിയായി എന്നാലും വായിൽ വെച്ച് കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹമാണ് ഓന്. പിന്നെ ഞാനിതാ വേഗം കേക്കിൻ്റെ പണികളെല്ലാം തീർത്തിട്ടുണ്ട്. കേക്കിൽ പേരെഴുതുന്നുണ്ട് കേട്ടോ. ആ പേരെഴുതലും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ പണി കഴിഞ്ഞാൽ അടുക്കള ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. കാണുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഞാനിത് അതെല്ലാം കഴിഞ്ഞിട്ട് വേഗം പാത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു വിധാവും നമ്മൾ എല്ലാം കഴിയുമ്പോഴത്തേക്ക്.
പിന്നെ ഇതാ പാത്രമെല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ എണീച്ചിട്ടാകുമ്പം ഈ പാത്രങ്ങളെല്ലാം തിരിച്ച് വർക്ക് ഏരിയയിലും അതിൻ്റേതായ സ്ഥാനത്തും കൊണ്ടേക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.